നമസ്കാരം. അമ്പലപ്പുഴ വാർത്താ ഇൻവെസ്റ്റിഗേഷൻ ന്യൂസിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വിദേശ കമ്പനിക്ക് അദാനി വിൽക്കുന്നു എന്ന പച്ച നുണയാണ് LDFും UDFും പ്രചരിപ്പിക്കുന്നത്. ഭരണത്തിലിരുന്ന 10 വർഷം തേനെ പാലെ എന്ന് വിളിച്ച് അദാനിക്ക് പുറകെ നടന്ന പിണറായിക്കും സംഘത്തിനും ഇപ്പോൾ അദാനി കുത്തക മുതലാളിയും സാമ്രാജ്യത്വ ഏജന്റുമാണ്. മുഖ്യമന്ത്രി VDS ആകട്ടെ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന ഭാവത്തിലുമാണ്. ഇതിനിടയിൽ KC വേണുഗോപാൽ അദാനിക്ക് നേരെ അടിച്ച് ഗോൾ കൊള്ളുന്നത് VDSനുമാണ്. വിവാദത്തിനപ്പുറം ജനങ്ങൾ അറിയേണ്ട വസ്തുതകളാണ് ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ ടീം പങ്കുവെക്കുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ അദാനി പോർട്സിന്റെ അനുബന്ധ കമ്പനിയായ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 49% ഓഹരി ലോകത്തിലെ പ്രമുഖ ഷിപ്പിംഗ് കമ്പനിയായ MSC ഗ്രൂപ്പിന് കൈമാറാനുള്ള തീരുമാനം കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ വിഷയത്തിലെ നിയമപരവും സാമ്പത്തികവുമായ യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും ചർച്ചയിൽ നിന്ന് വിട്ടുപോകുന്നു. ആദ്യം മനസ്സിലാക്കേണ്ടത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉടമസ്ഥത കേരള സർക്കാരിന് എന്നതാണ്. തുറമുഖത്തിന്റെ ഭൂമിയും അടിസ്ഥാന സൗകര്യങ്ങളും പൊതുസ്വത്തും എല്ലാം സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ളതാണ്. സർക്കാർ രൂപീകരിച്ച വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് പദ്ധതിയുടെ കൺസഷൻ അതോറിറ്റി. വിഴിഞ്ഞം പദ്ധതിയുടെ മൊത്തം ചെലവ് ഏകദേശം 8,867 കോടി രൂപയാണ്. അതിൽ കേരള സർക്കാരിന് 61.5%, കേന്ദ്ര സർക്കാരിന് 9.6%, അദാനിക്ക് 28.9% വിഹിതമാണുള്ളത്. ഇത് ഫണ്ടിംഗ് പാറ്റേൺ ആണ്, ഷെയർ ഹോൾഡിംഗ് അല്ല. അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന അദാനി കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത് തുറമുഖത്തിന്റെ ഉടമസ്ഥാവകാശമല്ല, മറിച്ച് നിശ്ചിത കാലത്തേക്ക് വികസിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനുമുള്ള കൺസഷൻ അവകാശമാണ്. അതായത് തുറമുഖം നടത്തുന്ന കമ്പനിയായ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 49% ഓഹരിയാണ് വിദേശ പങ്കാളിക്ക് കൈമാറുന്നത്. അതല്ലാതെ അദാനി വിഴിഞ്ഞം പോർട്ടിന് നൽകിയ 28.9% തുകയ്ക്കും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. പദ്ധതിയുടെ ധനസഹായ ഘടനയും ഓഹരി ഘടനയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാത്ത രാഷ്ട്രീയക്കാരാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. വിഴിഞ്ഞം പദ്ധതിയുടെ ആകെ നിക്ഷേപത്തിൽ കേരള സർക്കാരിനും കേന്ദ്ര സർക്കാരിനും അദാനി ഗ്രൂപ്പിനും വ്യത്യസ്ത വിഹിതങ്ങളുണ്ട്. എന്നാൽ ഇപ്പോൾ കൈമാറുന്നത് ആ നിക്ഷേപ വിഹിതമല്ല, തുറമുഖം നടത്തുന്ന കമ്പനിയിലെ ഓഹരിയാണ്. ഈ രണ്ട് കാര്യങ്ങളും ഒരുപോലെയല്ല. വിദേശ നിക്ഷേപത്തിന്റെ കാര്യത്തിലും തെറ്റിദ്ധാരണകൾ ഏറെയാണ്. ഇന്ത്യയിലെ തുറമുഖ വികസന മേഖലയിൽ വിദേശം നേരിട്ടുള്ള നിക്ഷേപം നിയമപരമായി അനുവദനീയമാണ്. അതിനാൽ ഒരു വിദേശ കമ്പനി തുറമുഖ വികസന കമ്പനിയിൽ നിക്ഷേപം നടത്തുന്നത് നിയമവിരുദ്ധമല്ല. എന്നാൽ അതുകൊണ്ട് എല്ലാ നടപടിക്രമങ്ങളും അവസാനിക്കുന്നില്ല. കൺസഷൻ കരാറിലെ വ്യവസ്ഥകൾ, നിയന്ത്രണ ഏജൻസികളുടെ അനുമതികൾ, ആവശ്യമായ സർക്കാർ അംഗീകാരങ്ങൾ എന്നിവ പാലിച്ച ശേഷമേ ഇടപാട് അന്തിമമാകൂ. ഇവിടെയാണ് നിലവിലെ വിവാദത്തിന്റെ കേന്ദ്ര ബിന്ദു. കേരള സർക്കാർ കൺസഷൻ കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം ഇത്തരം ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാനത്തിന്റെ അനുമതി ആവശ്യമാണോ എന്ന കാര്യം പരിശോധിക്കുകയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മറുവശത്ത് അദാനി ഗ്രൂപ്പ് ഇത് കമ്പനി തലത്തിലുള്ള നിക്ഷേപ ഇടപാടാണെന്നും ആവശ്യമായ എല്ലാ നിയമാനുസൃത അനുമതികളും ലഭിച്ച ശേഷമേ ഇടപാട് പൂർത്തിയാക്കുകയുള്ളൂവെന്നും വ്യക്തമാക്കുന്നു. അതിനാൽ വിഷയം ഇപ്പോൾ നിയമപരവും കരാർപരവുമായ പരിശോധനയുടെ ഘട്ടത്തിലാണ്. രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും തങ്ങളുടെ നിലപാടുകൾ ശക്തമായി അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ സാമ്പത്തിക കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ MSC പോലൊരു ആഗോള ഷിപ്പിംഗ് കമ്പനി പങ്കാളിയാകുന്നത് വിഴിഞ്ഞത്തിന്റെ അന്താരാഷ്ട്ര പ്രാധാന്യം വർദ്ധിപ്പിക്കാനും കൂടുതൽ കണ്ടെയ്നർ ഗതാഗതം ആകർഷിക്കാനും സഹായിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. അതേസമയം സംസ്ഥാനത്തിന്റെ അവകാശങ്ങളും കരാർ വ്യവസ്ഥകളും പൂർണ്ണമായി സംരക്ഷിക്കപ്പെടണമെന്നതും അത്ര തന്നെ പ്രധാനമാണ്. അതിനാൽ ഈ വിഷയത്തെ വിലയിരുത്തുമ്പോൾ രാഷ്ട്രീയ ആരോപണങ്ങളിൽ മാത്രം ഒതുങ്ങാതെ 3 കാര്യങ്ങൾ വ്യക്തമായി വേർതിരിച്ച് കാണേണ്ടതുണ്ട്. തുറമുഖത്തിന്റെ ഉടമസ്ഥത, കൺസഷൻ കമ്പനിയുടെ ഓഹരി ഘടന, വിദേശ നിക്ഷേപത്തിന്റെ നിയമപരമായ ചട്ടങ്ങൾ. ഈ 3
വസ്തുതകൾ മനസ്സിലാക്കിയാൽ മാത്രമേ വിഴിഞ്ഞം വിവാദത്തിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമായി കാണാനാകൂ.